തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലുള്ള കള്ളിക്കാട് ഗ്രാമവാസികൾ വളരെ സന്തോഷത്തിലാണ്. ലോകത്തിനു മുന്നിൽ രാജ്യത്തിന്റെ അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂറിലെ പ്രധാന കഥാപാത്രം ബ്രഹ്മോസ് ഇനി കാട്ടാക്കടയുടെ മണ്ണിൽ ജനിക്കും. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായി തിരുവനന്തപുരം കാട്ടാക്കടയിലെ കള്ളിക്കാട് ഗ്രാമം മാറാൻ പോകുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ബ്രഹ്മോസ് എയ്റോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡിന്റെ അത്യാധുനിക മിസൈൽ നിർമ്മാണ യൂണിറ്റായി മാറുകയാണ് കാട്ടാക്കട. നെട്ടുകാൽ തേരി തുറന്ന ജയിലിന്റെ 457 ഏക്കർ ഭൂമിയിൽ 257 ഏക്കർ ഇനി മുതൽ 3 പദ്ധതികൾക്കായി വിട്ടുകൊടുക്കണമെന്ന് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയതോടെയാണ് ഈ തീരുമാനം. ലഖ്നൌവിലെ യൂണിറ്റിൽ പ്രതിവർഷം 100 മിസൈലുകൾ വരെ നിലവിൽ നിർമ്മിക്കുന്നുണ്ട്. BTLന്റെ ചാക്ക യൂണിറ്റിൽ ബ്രഹ്മോസിന്റെ പാർട്സുകളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. കാട്ടാക്കടയിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കുന്ന പദ്ധതിയാണ് ഇനി വരാൻ പോകുന്നത്. SSB ബറ്റാലിയൻ ആസ്ഥാനം, നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി എന്നിവയ്ക്കും കള്ളിക്കാട്ടെ നെട്ടുകാൽ തേരിയിൽ സ്ഥലം നൽകാൻ സുപ്രീം കോടതി അനുമതിയുണ്ട്. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. തുറന്ന ജയിലിനായി 200 ഏക്കർ നിലനിർത്തും. ബ്രഹ്മോസ് എയ്റോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡ് അഥവാ BATL 180 ഏക്കറും സശസ്ത്ര സീമാ ബൽ ബറ്റാലിയന്റെ ആസ്ഥാനം സ്ഥാപിക്കാൻ 45 ഏക്കറും നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിക്കായി 32 ഏക്കറും കൈമാറും. അത്യാധുനിക ബ്രഹ്മോസ് മിസൈലിന് പുറമെ തന്ത്രപ്രധാനമായ ഹാർഡ്വെയറുകളും നെട്ടുകാൽ തേരിയിൽ നിർമ്മിക്കുമെന്നറിയുന്നു. ദക്ഷിണ മധ്യപൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കയിലെയും വടക്കേ അമേരിക്കയിലെയും ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രങ്ങളും ബ്രഹ്മോസ് മിസൈലിൽ ആകൃഷ്ടരാണ്. 10 മീറ്റർ നീളമുള്ള 2000 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള ഇത്തരം ഒന്നിലധികം മിസൈലുകൾ ഒരു യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കാം എന്നതാണ് പ്രത്യേകത. ഇന്ത്യ റഷ്യൻ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉപകേന്ദ്രം തിരുവനന്തപുരത്ത് ചാക്കയിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബ്രഹ്മോസ് മിസൈലുകളുടെ പുറംചട്ടയായ കണ്ടെയ്നർ യൂണിറ്റിന്റെ രൂപകൽപ്പനയും എയർബോൺ ലോഞ്ചറിന്റെ നിർമ്മാണവും തിരുവനന്തപുരത്തെ ഉപകേന്ദ്രത്തിലാണ്. തിരുവനന്തപുരം നെട്ടുകാൽ തേരിയിലെ തുറന്ന ജയിലിന്റെ 180 ഏക്കർ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിന് കൈമാറാൻ സുപ്രീം കോടതിയുടെ അനുമതി വന്നതോടെ കാട്ടാക്കടയ്ക്ക് ഒരു പുതിയ ഉണർവാണ്. തുറന്ന ജയിലുകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസിൽ കേരള സർക്കാർ നൽകിയ ഇടക്കാല അപേക്ഷയിലാണ് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. ബ്രഹ്മോസ് എയ്റോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡിന് ഭൂമി നൽകുക വഴി രാജ്യസുരക്ഷയ്ക്കും പ്രതിരോധ വളർച്ചയ്ക്കും നേരിട്ട് സംഭാവന ചെയ്യാൻ സാധിക്കുമെന്ന് സംസ്ഥാന സർക്കാരും അറിയിച്ചിരുന്നു. കേന്ദ്ര സായുധ പോലീസ് സേന സശസ്ത്ര സീമാ ബെല്ലിന് 45 ഏക്കറും കേന്ദ്ര ഫോറൻസിക് സയൻസ് സർവകലാശാലയ്ക്ക് 32 ഏക്കറും നൽകാൻ അനുവദിക്കണമെന്ന അപേക്ഷയും ഇതോടൊപ്പം കോടതി അംഗീകരിച്ചു. ഇത് ദേശ സുരക്ഷ ശക്തമാക്കുമെന്ന നടപടികൾക്ക് കൂടുതൽ ശക്തി നൽകുകയാണ്. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയും കേരളത്തിനെ സംബന്ധിച്ച് നിർണായകമാണ്. കേന്ദ്ര പദ്ധതികൾ വലിയ തോതിൽ അനുബന്ധ തൊഴിലവസരങ്ങളാണ് ഇതോടെ കാട്ടാക്കടയ്ക്ക് സമ്മാനിക്കുക. പദ്ധതികൾക്ക് സ്ഥലം നൽകുന്നത് ജയിലിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്ന് സ്റ്റാൻഡിംഗ് കൗൺസിൽ നിശ്ചയ രാജൻ ശങ്കർ വഴി നൽകിയ അപേക്ഷയിൽ സർക്കാർ വ്യക്തമാക്കി. ദേശീയ ഫോറൻസിക് സയൻസസ് സർവകലാശാലയിൽ സൈബർ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഫോറൻസിക് ഇന്നൊവേഷൻ കേന്ദ്രങ്ങൾ എന്നിവയും ഉണ്ടാകും. SSB ബറ്റാലിയൻ വരുന്നതോടെ കേന്ദ്ര സായുധ പോലീസ് സേനയുടെ സ്ഥിരം സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാകും എന്നതാണ് മറ്റൊരു ആകർഷണീയത. ന്യൂസ് ഡെസ്ക് കർമ്മസ്.